ഡോക്ടറെ, ഈ ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞ് പുതിയതായിട്ട് കുറേ പേരത് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ നാച്ചുറോപ്പതിക് വെയിറ്റ് ലോസ്, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ഏതാണ് നമ്മളുടെ ബോഡിക്ക് നല്ലത്? നാച്ചുറോപ്പതിക് വെയിറ്റ് ലോസിൽ എപ്പോഴും നമ്മളൊരു മെറ്റബോളിക് കറക്ഷനാണ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു ക്രാഷ് ഡയറ്റ് എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും വിചാരിക്കും ഫാസ്റ്റിംഗ് ഒരു ക്രാഷ് ഡയറ്റ് ആണെന്ന്. പക്ഷേ അത് ഒരു ക്രാഷ് ഡയറ്റല്ല, ഒരു പ്രിസ്ക്രൈബ്ഡ് ഡ്യൂറേഷനിൽ മാത്രമേ ആ ഫാസ്റ്റിംഗ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ആ പേഷ്യൻറ്റ് ഫോളോ ചെയ്യേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ട് മെറ്റബോളിസത്തിനെ കറക്റ്റ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലുമാണ് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പക്ഷേ നമ്മളെപ്പോഴും ഈ സ്വന്തം യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് ഈ എന്താ പറയുക, ഒരാൾ പറയുന്നത് കേട്ടു, അയാൾ പറഞ്ഞു ഫ്രൂട്ട് ഡയറ്റ് നല്ലതാണ്. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരാൾ മരിച്ചു എത്രയോ കാലം ഫ്രൂട്ട് ഡയറ്റ് കഴിച്ചിട്ട്. ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറയുന്നത് എന്നും കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാധനമല്ല. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡ്യൂറേഷനിൽ കൊണ്ടുപോകാം. അത് എന്ത് ഡയറ്റുമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ഡയറ്റിൽ നമുക്ക് പ്രോട്ടീൻസ് വേണം, ഫാറ്റ് വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം വേണം. സോ ഇതൊക്കെ ഉള്ള ഒരു ഡയറ്റാണ് നമുക്ക് സസ്റ്റൈനബിളായിട്ട് കൊണ്ടുപോകേണ്ടത്. അത് ഒരിക്കലും ക്രാഷ് ഡയറ്റിൽ കിട്ടില്ല. ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിയുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ഡെഫിഷ്യൻസീസ് വരും, പ്രോട്ടീൻ ഡെഫിഷ്യൻസീസ് വരും, അല്ലെങ്കിൽ മിനറൽ ഡെഫിഷ്യൻസീസ് വരും. അന്നേരം അത് കറക്റ്റ് അല്ല. മറിച്ച് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡ്യൂറേഷനിലാണ് ഒരു ഡയറ്റ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സോ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഫാറ്റ് ലോസ് നമുക്ക് കിട്ടും. വെയിറ്റ് ലോസിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഫാറ്റ് ലോസ് ആണ്. കാരണം വെയിറ്റ് ലോസിനകത്ത് നമ്മളുടെ മസിൽ മാസ് വരും, നമ്മുടെ ബോൺ മാസ് വരും. അതൊന്നും ഒരിക്കലും കുറയാൻ പാടില്ല. നമ്മുടെ ഫാറ്റ് മാത്രമേ നമുക്ക് കുറയാനായിട്ട് പാടുള്ളൂ.